ഹലോ. അപ്പോൾ നമുക്കിന്നൊരു യാത്ര പോയാലോ? കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ യാത്ര ട്രെയിനിലാണെന്ന്. ഇതൊരു സ്പെഷ്യൽ ട്രെയിനാണ്. അതൊക്കെ പറയുമ്പോൾ തന്നെ ചിലവർക്ക് ഗസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇപ്രാവശ്യം പോകുന്നത് ഊട്ടിയിലോട്ടാണ്. മസിനഗുഡി വഴിയല്ല ഊട്ടിയിലോട്ട് പോകുന്നത്. ഇത്തവണ പോകുന്നത് കൂന്നൂർ വഴി ടോയ് ട്രെയിനിൽ കയറിയിട്ടാണ് ഊട്ടിയിലോട്ട് പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ടോയ് ട്രെയിനിൽ പോകുന്നത്. കുറേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്യൂ നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, കിട്ടിയില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം 2 മാസം മുമ്പ് തന്നെ നമ്മൾ ഓൺലൈനിൽ പ്രീ ബുക്കിംഗ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്രാവശ്യം നമ്മൾ പോകുമ്പോൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ഞങ്ങൾ മാത്രമേ സാധാരണ പോകാതെ ഇപ്രാവശ്യം ഫാമിലി എല്ലാവരുമായിട്ടാണ് പോകുന്നത്. ഈ ഊട്ടി യാത്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് വളവുകളും ആ വളവുകൾക്കൊക്കെ ഏത് വളവിലൂടെ തിരിയുമ്പോഴും എന്തെങ്കിലും ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയും കണ്ടുകൊണ്ടാണ് പോകുന്ന വഴിക്ക് വളവുകൾ ഓരോ വളവ് തിരിയും തോറും പിന്നെ നെക്സ്റ്റ് കാണുന്നത് പുതിയൊരു ഏതെങ്കിലും ഒരു കാഴ്ചയിലോട്ടായിരിക്കും. ഒരുപാട് മരങ്ങൾ, പിന്നെ ഒരു ടണലുണ്ടായിരുന്നു, കുറേ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു, കുറേ തേയിലത്തോട്ടങ്ങളുണ്ട്. അങ്ങനെ ഓരോ വഴിയും നല്ല ഭംഗിയുള്ള ഓരോ വഴികളും കടന്നിട്ടാണ് നമ്മൾ ഊട്ടിയിലോട്ട് എത്തുന്നത്. ഇത് 2-2.5 മണിക്കൂർ 2-3 മണിക്കൂറോളം എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സമയം പോകുന്നതേ അറിയില്ല. കാരണം പുറത്തോട്ട് നോക്കിയാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതാണ്. നമ്മൾ നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്തത് കൊണ്ട് മാത്രമാണ് ട്രെയിനിൽ കിട്ടിയിരിക്കുന്നത്. അതും നമുക്ക് ലിമിറ്റഡ് സീറ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ലാസ്റ്റായിട്ടാണ് ബുക്ക് ചെയ്തത്. പക്ഷേ സീറ്റ് എന്തോ കിട്ടി, അതുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റി. ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ എനിക്ക് തോന്നിയതാണ്, എല്ലാവരും ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് തന്നെ നോക്കണം. സാധാരണ ട്രെയിനിൽ പോകുന്ന പോലെയല്ല, ഇതൊരു ടോയ് ട്രെയിൻ ആണെങ്കിൽ ഇത് ഭയങ്കര നല്ല മെമ്മറീസ് തരും. ഇപ്പോൾ നമ്മളൊരു ടണലാണ് ക്രോസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ടണൽ ക്രോസ് ചെയ്യാം. കണ്ടില്ലേ എന്ത് ഭംഗിയാണല്ലേ. ഓരോ മരങ്ങളാണെങ്കിൽ ഫുൾ അവിടെ ഗ്രീനറി മാത്രമേ കാണാനുള്ളൂ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നല്ല ചില്ലെന്നുള്ളത് ക്ലൈമറ്റുമാണ്. പിന്നെ അങ്ങനെ നമ്മൾ നീണ്ട യാത്രയ്ക്കൊടുകെ ഊട്ടിയിലെത്തി. ഉദകമണ്ഡലം എന്നാണ് ഊട്ടിയുടെ ഫുൾ ഫോം. നമ്മളതിന് ചുരുക്കി ഷോർട്ടിൽ ഊട്ടി എന്ന് പറയുകയാണല്ലോ. അങ്ങനെ ഊട്ടിയിലെത്തി. ഇനി ഊട്ടി വിശേഷങ്ങൾ കാണാം.